ന്യൂസിലേക്ക് സ്വാഗതം. വിവാദങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു ഇപ്പോൾ ബി.ജെ.പിക്ക്. ഒന്നിനു പുറകെ ഒന്നായി വിവാദത്തിന്റെ ഒരു പെരുമഴ തന്നെയാണ് ബി.ജെ.പിയിലുള്ളത്. ബി.ജെ.പിയിലെ നേതാക്കന്മാരെല്ലാം ഇത്രയും വിഡ്ഢികളാണോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്. അമിത്ഷാ തിരികൊളുത്തി ആരംഭിച്ച വിവാദങ്ങൾക്ക് ഇന്ന് വരെ അന്ത്യം കുറിക്കാൻ സാധിച്ചിട്ടില്ല. വായിൽ തോന്നുന്ന മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് വെട്ടിലാവുക എന്നത് ബി.ജെ.പി നേതാക്കന്മാരുടെ ഒരു വിനോദമായി മാറിയിരിക്കുന്നു. വിവാദങ്ങളുടെ തുടർക്കഥയെന്നോണം അടുത്തയാൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന വിവാദ പരാമർശവുമായി വന്നിരിക്കുകയാണ് RSS നേതാവ് മോഹൻ ഭാഗവത്. വിദേശ ആധിപത്യത്തിന് മേൽ ഇന്ത്യയുടെ പരമാധികാര വിജയം നേടിയതിന്റെ പ്രതീകമായാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയതെന്നും ഈ തീയതി പ്രതിഷ്ഠ ദ്വാദശിയായി ആചരിക്കണമെന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഇൻഡോറിൽ നടന്ന പരിപാടിക്കിടെയാണ് മോഹൻ ഭാഗവതിന്റെ വിവാദ പരാമർശം. രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ ആരെയും എതിർക്കാനായിരുന്നില്ലെന്നും മറിച്ച് ഭാരതം തന്നെ ഉണർത്താനായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ലോകത്തെ നയിക്കാൻ സ്വതന്ത്രമായും ഒറ്റക്കെട്ടായും ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു അതെന്നും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഒരു ലിഖിത ഭരണഘടന ഉണ്ടായെന്നും എന്നാൽ ആ ദർശനം ഉയർത്തിപ്പിടിച്ചവർ ആഗ്രഹിച്ചത് പ്രകാരമായിരുന്നില്ല ആ രേഖയെന്നും അനേകം നൂറ്റാണ്ടുകളുടെ പീഡനങ്ങൾ നേരിട്ട് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കപ്പെട്ടത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടെയാണെന്ന വിവാദ പ്രസ്താവനയിൽ RSS തലവൻ മോഹൻ ഭാഗവതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഭാഗവത് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലാകുമായിരുന്നുവെന്നാണ് രാഹുൽ പറഞ്ഞത്. ഡൽഹിയിൽ പുതിയ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. വളരെ സവിശേഷമായ സമയത്താണ് തങ്ങൾക്ക് പുതിയ ഓഫീസ് ലഭിക്കുന്നതെന്നും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെന്നാണ് RSS തലവൻ പറയുന്നതെന്നും രാമക്ഷേത്രം നിർമ്മിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് അദ്ദേഹം വാദിക്കുമ്പോൾ ഭരണഘടന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ലെന്നും അദ്ദേഹം പറയുന്നതായും രാഹുൽ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തെയും ഭരണഘടനയെയും കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും 2-3 തവണ കൂടുമ്പോൾ രാജ്യത്തെ അറിയിക്കാൻ RSS തലവന് കഴിയുന്നുണ്ടല്ലോ എന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. ഭരണഘടന അസാധുവാണെന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന രാജ്യദ്രോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ചെയ്തതെല്ലാം അസാധുവാണെന്നാണ് RSS മേധാവി പറയുന്നതെന്നും അത് പരസ്യമായി പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് എവിടെ വന്നെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും രാഹുൽ ആഞ്ഞടിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെന്ന പ്രസ്താവന ഓരോ ഇന്ത്യക്കാരനെയും അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്. ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരത്തിലുള്ള വിടുവായുത്തവുമായി വരുന്നവരെ പരിഹസിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ എന്നതാണ് യാഥാർത്ഥ്യം.